അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, നാദാപുരം പള്ളിനെ പറ്റി ഒന്ന് രണ്ട് വാക്ക് നമ്മളെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. നാദാപുരം പള്ളി എന്നതാണ് കേട്ടിട്ടുള്ളൂ. ഞാൻ നാദാപുരം ജനിച്ച് വളർന്നൊരു വ്യക്തിയാണ്. നാദാപുരം പള്ളിനെ പറ്റി ഒന്ന് രണ്ട് വാക്ക്. നാദാപുരം പള്ളി വളരെ പ്രശസ്തമായ, ഇന്നും പരിശുദ്ധ ഇസ്ലാമിൻ്റെ പാരമ്പര്യം നിലനിർത്തിപ്പോരുന്ന ഒരു പള്ളിയാണ്. അതേപടി വരുന്നത് ഒരേപടി ആരംഭനവിധങ്ങളുടെ കാലത്ത് നടന്ന ഇബാദത്തുകളും കാര്യങ്ങളും ഒക്കെ ആ വിധത്തിൽ തന്നെ എല്ലാ അർത്ഥത്തിലും നടക്കുന്ന ഒരു പള്ളിയാണ് നാദാപുരം പള്ളി. എത്ര കൊല്ലം ഇതുണ്ടാവും, പഴക്കം കാണും ആ പള്ളിക്ക്? നാദാപുരത്തെ മുസ്ലിമീങ്ങളുടെ ആവിർഭാവം തന്നെ ഒരു 1000 കൊല്ലത്തിൻ്റെ അപ്പുറത്താണെന്ന ചരിത്രം പറയുന്നത്. കഴിഞ്ഞ 1-2 മാസം മുന്നേ നമ്മൾ അറബി സുഹൃത്തുക്കളൊക്കെ പോയ സമയത്ത് അവിടുന്ന് അന്വേഷിച്ചപ്പോൾ 500-ന്റെ മേലെ ഉണ്ട് എന്നൊക്കെ പല റിപ്പോർട്ടുകളും വളരെ ശരിയാണ്. ഏതായാലും ഉണ്ടാവും. ഇന്നലെ കെപിന്റെ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ കെപിയൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു 500 കൊല്ലത്തിന്റെ മേലെ പഴക്കെല്ലാം ഉണ്ട് എന്നാണ് ഉള്ളത്. പക്ഷെ വലിയൊരു എന്താ പറയാ, ഒരു മനസ്സമാധാനമുള്ള ഒരു പള്ളിയാണ്. നമ്മളൊക്കെ കണ്ട സ്ഥിതിക്ക് നമ്മളെ ഉപ്പൊക്കെ അവിടെ തന്നെയാണ് മറവാടിയിട്ടുള്ളത്. ഉപ്പാന്റെ ഉപ്പ, അമ്മന്റെ ഉപ്പ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ചെയ്യാം. അത് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉച്ചാപ്പൂർ ഓർ എന്ന് പറയുന്നൊരു വലിയ ഓറ് നാദാപുരത്ത് വന്നു. അപ്പോൾ ഒരു വലിയ അത്ഭുതങ്ങളും മറ്റെല്ലാം കാണിച്ച് അതിൻ്റെ ഫലമായിട്ട് പള്ളി ഉണ്ടാക്കാനുള്ള സ്ഥലമെല്ലാം കിട്ടി. അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ദീനിൻ്റെ പൊന്നാനി സരണി എന്ന് പറയുന്നൊരു സരണി ഉണ്ടല്ലോ, ഷഫി മദബിൻ്റെ സുന്ദരമായ സരണിയാണത്. അസരണി നിലനിർത്താൻ വേണ്ടിയിട്ട് വലിയ വലിയ ഓറുമാറും മാലിമീങ്ങളും ദർശനം നടത്തിയ വലിയ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പള്ളിയാണ് നാദാപുരത്തെ പള്ളി. ഇന്നും അവിടെ പോയാൽ ആർക്കും അതിൻ്റെ ആ പഴമ ഉൾക്കൊള്ളാനും ആത്മീയമായ ഒരു ഉത്കർഷം മനസ്സിൻ്റെ അകത്ത് മറ്റേത് പള്ളികളിൽ കയറിയാൽ ഉണ്ടാകുന്നതിനെക്കാട്ടും കൂടുതൽ ഒരുപാട് ദർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ കുഗനാവോറുടെ പിന്നെ പ്രിയപ്പെട്ട ശിഷ്യരായ ചേലക്കാട്ട് സ്വദേശിയായ കുഞ്ഞാലി ഉസ്താദ് വലിയ മഹാനാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച, ഇപ്പോൾ രചിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിൽ അറബിയിലൊക്കെ കിതാബുകളുണ്ടാക്കിയ മഹാനാണ് കുഞ്ഞാലി ഉസ്താദ്. അവരൊക്കെ ദീർഘായുസും മാഫിയത്തും നൽകട്ടെ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചുരുങ്ങിയ ചരിത്ര സംഭവങ്ങൾ. കാണേണ്ട പള്ളിയാണ്. നമ്മുടെ പ്രേക്ഷകരെല്ലാം അതിലേക്ക് ക്ഷണിക്കുകയാണ്. കാണണം, ചരിത്രമെല്ലാം ഒന്ന് പഠിക്കണം. ഒരു പഴമയിലേക്ക് വിരൽ ചൂണ്ടുന്ന ശേഷിപ്പുകളിൽപ്പെട്ട ചുരുക്കം ചിലതിൽപ്പെട്ടതാണ് ഇപ്പോൾ പള്ളി. നാദാപുരം തന്നെ പ്രദേശം തന്നെ.